അനുമോള് ശ്രദ്ധിക്കണം തോന്നിയ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടോ? അവള് ഭയങ്കര തുറന്ന പുസ്തകമാണ്. അവള് എല്ലാ കാര്യങ്ങളും ഒരു 5 മിനിറ്റ് ആരെങ്കിലും അവളുടെ അടുത്തിരുന്ന് മോളെ സുഖാണോ ചക്കര എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവള് കുടുംബത്തിന്റെ മറ്റേ അമ്മൂമ്മയുടെ കഥ വരെ അവള് പറഞ്ഞു കൊടുക്കുക. അത് അവളുടെ നേച്ചർ അതാണ്. അങ്ങനെയൊന്നും പറയരുതെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ അടക്കം പലരും അനുമോളെ പുറകിൽ നിന്ന് കുത്തുന്നത് അത്തരത്തിലാണെന്ന് തോന്നുന്നുണ്ടോ? അതെ അതെ, ഉറപ്പായിട്ടും. അവള് പേഴ്സണൽ കാര്യങ്ങൾ കുറച്ച് അവിടെ ഷെയർ ചെയ്തത് കൊണ്ടാണ് അവരൊക്കെ അത് വെച്ചിട്ടൊക്കെ കുത്തുന്നത്. ശരിക്കും വിചാരിച്ചിരുന്നു അനുമോൾ ഇത്രയും ദിവസം സർവൈവ് ചെയ്യും അവിടെ എന്നുള്ളത്? അവൾ ആദ്യം പറഞ്ഞിട്ട് പോയത് 10 ദിവസമെങ്കിൽ 10 ദിവസം നിന്നിട്ട് വരാമെന്ന് പറഞ്ഞാണ് പോകുന്നത്. പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ ഇല്ല, നീ കപ്പും കൊണ്ടേ വരാവൂ എന്ന് പറഞ്ഞിട്ടാണ് വിട്ടത്. പക്ഷെ എന്നാലും ഇത്രയും അതിനകത്ത് എനിക്ക് തോന്നുന്നു ഇതിന് മുന്നത്തെ ബിഗ് ബോസിലൊന്നും ഇത്രയും ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്രയും ടാർഗറ്റ് ചെയ്തിട്ടും ഇത്രയും അനുഭവിച്ചിട്ടും അവൾ പിടിച്ചിരുന്നെങ്കിൽ അവളെ സമ്മതിച്ചേ പറ്റൂ. നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല, ഇത്രയും നമ്മൾ നിൽക്കുമെന്ന് എക്സ്പെക്ട് ചെയ്തില്ല. ഇടയ്ക്കുള്ള സുഹൃത്തുക്കൾ പറയുന്ന അനുമോൾക്ക് കടമൊന്നുമില്ല, ലോൺ ഉണ്ട് എന്നൊക്കെ ചുമ്മാ പറയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അതിന് പ്രൂഫ് എല്ലാം ഞങ്ങൾ സബ്മിറ്റ് ചെയ്തിരുന്നു. അനുവിൻ്റെ പേരിൽ എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അനുവിൻ്റെ സിസ്റ്ററിൻ്റെ പേരിലാണ് ആ വീടിൻ്റെ ലോൺ എടുത്തേക്കുന്നത്. അത് മാത്രമല്ല കുറേ ഫിനാൻഷ്യൽ കാര്യങ്ങളുണ്ട്. പിന്നെ അവൾ ഇത്രയും വർഷമായിട്ട് കഷ്ടപ്പെട്ടാണ് അവൾ ഒരു കാറ് മേടിച്ചതും ഇതുമൊക്കെ. ഇതൊക്കെ അതിനകത്ത് ചെന്നിരുന്ന് പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ കേട്ടിട്ടുണ്ട് അനുമോൾ ഏകദേശം അവരുടെ 13ാമത്തെ വയസ്സ് തൊട്ട് ഈ ജോലി ചെയ്ത് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനമൊക്കെ വാങ്ങിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. ശരിക്കും സത്യമാണോ? അല്ല, 18 വയസ്സ് കഴിഞ്ഞിട്ട് 11 വർഷമായിട്ടാണ് അനു ഈ ഫീൽഡിലുള്ളത്. അന്ന് മുതൽ വീട്ടിലെ കാര്യങ്ങൾ ഇപ്പം ഞാൻ തന്നെ അനു അച്ഛനെ അമ്മയൊക്കെ നോക്കുന്ന കണ്ട് അസൂയായിട്ട് നിന്നിട്ടുണ്ട്. കാരണം അത്ര കുഞ്ഞി പിള്ളേരെ കണക്കാണ് അനു അമ്മേനെ അച്ഛനെയൊക്കെ നോക്കുന്നത്. ഓരോന്നും മേടിച്ചു കൊടുക്കുന്നതായാലും അച്ഛൻ അമ്മ ഇങ്ങനെ നിൽക്കണം, ഞാൻ വന്നിട്ട് ബാക്കി ചെയ്യാം, അച്ഛൻ്റെ മുട്ടിൻ്റെ ഓപ്പറേഷൻ ഞാൻ വന്നിട്ട് ചെയ്യാം എന്നൊക്കെ അച്ഛനോട് പറഞ്ഞിട്ട് പോകുന്ന കാണുമ്പം ശരിക്കും അത്ര ജെനുവിനായിട്ടൊരു കുട്ടിയാണ് അനു. അനു ഇപ്പൊ കരയുന്ന കാണുമ്പോൾ ബിഗ് ബോസിന്റെ ഉള്ളിലുള്ളവർ തന്നെ പറയും കരച്ചിൽ കടെടുക്കുകയാണ്, നടിയായതുകൊണ്ട് അഭിനയിക്കുകയാണ് എന്നുള്ള തരത്തിൽ. അനു ശരിക്കും സെൻസിറ്റീവ് ആണോ? വെരി വെരി സെൻസിറ്റീവ് ആണ് ആള്. അതിപ്പോൾ കരച്ചിലിന് മാത്രമല്ല, ദേഷ്യമായാലും അവൾക്ക് പെട്ടെന്ന് വരും. അതിപ്പോൾ കരച്ചിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു കുറേ ഇൻ്റർവ്യൂസൊക്കെ കണ്ടവരൊക്കെ മനസ്സിലായി കാണും. ലൈക്ക് അവളുടെ അമ്മയൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. പെട്ടെന്ന് ചെറിയ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കരയുന്ന ഒക്കെ ഒരു പ്രകൃതമാണ്. ആ ഫാമിലി മൊത്തത്തിൽ അങ്ങനെയാണ്. അപ്പോൾ അതെനിക്ക് പേഴ്സണലി നല്ലോണം അറിയാം. അവള് എന്തൊക്കെ ചെറിയ കാര്യം ഉണ്ടെങ്കിലും കരഞ്ഞു കഴിഞ്ഞാൽ അവൾ കുറച്ചൊന്ന് ഓക്കെ ആവും. അപ്പം അത് ഒരിക്കലും ഒരു ഡ്രാമ അല്ല. അങ്ങനെ ആണെങ്കിൽ അവൾ ഇതിന് മുന്നത്തെ ആ പ്രോഗ്രാമിനും അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പം പിന്നെ അതെല്ലാം ഡ്രാമയാവണ്ടേ. സായി അടക്കമുള്ള ആളുകൾ പറയുന്നത് അനുമോള് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ ഹേറ്റേഴ്സ് ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ശരിക്കും അനുമോൾക്ക് പുറത്ത് ഹേറ്റേഴ്സ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ മെസ്സേജസിൽ കാണിച്ചു തരാം. ഡെയിലി വരുന്ന മെസ്സേജസ് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ആ കുഞ്ഞ് കരഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഡ്രാമ പറയുകയല്ല, ലിറ്ററലി അതൊരു സത്യമാണ്. ചില ആൻറ്റിമാരൊക്കെ എന്നെ മാത്രമല്ല, എന്നെ, അനുവിൻ്റെ സിസ്റ്ററിനെ, അമ്മേനെ ഒക്കെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയുവാണ്, അയ്യോ മോള് കരയണ കണ്ടിട്ട് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അവർക്ക് സങ്കടമാണ്. എന്നോട് പറയും, ആ കുടുംബത്തിനോട് പറയണേ, അച്ഛനും അമ്മയോട് കരയാതെ സങ്കടപ്പെടാണ്ടിരിക്കാൻ പറയണേ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയ്ക്കും സ്നേഹിക്കുന്നവർ മേ ബി കാണുമായിരിക്കാം. എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ലേ ഒരു 100%, ഒരു 25% ഹേറ്റേഴ്സ് കാണും. പക്ഷേ ആ ബാക്കി 75% അവളെ സ്നേഹിക്കുന്നവരാണ്. അവൾ വന്നു കഴിഞ്ഞാൽ ഒന്ന് കാണാൻ കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു സിറ്റുവേഷനൊന്നും അനുവിനും ഉണ്ടാവില്ല, ഉറപ്പാണ്. കാരണം അതിനുള്ളിലായാലും ഈ ലൈവ് കണ്ടവർക്ക് നല്ലോണം അറിയാം, അനു ആരെക്കുറിച്ചും അതിനകത്ത് മോശം പറഞ്ഞിട്ടില്ല. ഈ അനുവിനെ കുറിച്ച് മോശം പറയുന്നവരെ പോലും അനു അത്രയും പറഞ്ഞിട്ടില്ല. ശരിയാണ്, അവളൊരു നാട്ടിൻപുറത്തുകാരിയാണ്, അവളുടെ അങ്ങനെ വർത്താനം പറയുന്നു എന്നല്ലാതെ ആരെക്കുറിച്ച് നുണ പറയുകയോ അങ്ങനെ ഒന്നും അനു ചെയ്തിട്ടില്ല. സോ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അനു ഇത്രയും വലിയ ഹേറ്റേഴ്സ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതിനകത്ത്. അതിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഇവരൊക്കെ വന്ന് കുറ്റം പറയുമ്പോഴും, ഇപ്പൊ ഷൈറ്റൊക്കെ അവിടെ നിന്ന് അത്രയും കുറ്റം പറയുമ്പോഴും അനുമോളൊരു അക്ഷരം പറഞ്ഞിട്ടില്ല. അത് വല്ലാതെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ ഒരു ക്യാരക്ടറാണോ അനു ശരിക്കും? ഇല്ല, അനു ഒരിക്കൽ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ അങ്ങനെ പെട്ടെന്ന് അവൾക്ക് വെറുക്കാനൊന്നും പറ്റത്തില്ല. അവള് സ്നേഹിച്ചാൽ ഭയങ്കരമായിട്ട് ഹോൾ ഹാർട്ടഡ് ആയിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവൾക്ക് അങ്ങനെ അവർ പറഞ്ഞാൽ അവളെ ഉള്ളിൽ കരയുന്നുണ്ടാവും. ഈ കരച്ചിൽ കാർഡെന്ന് പറഞ്ഞാൽ അവൾ ഇത്രയും സ്ട്രോങ് ആയി. സത്യം പറഞ്ഞാൽ ലാസ്റ്റൊക്കെ ഇപ്പം കരഞ്ഞ് തളർന്നാണ് എൻ്റെ കുട്ടി സ്ട്രോങ് ആയത്. അങ്ങനെ ആയി ഇരിക്കുന്നതാണ്. അവളുടെ ഉള്ളിൽ എന്തായാലും ഈ പറയുന്നവരെല്ലാവരും പറയുന്നതൊക്കെ അവളെ വിഷമിപ്പിക്കുന്നുണ്ടാവും. നിങ്ങളിപ്പോ അനീഷ് അനുമോൾ പ്രണയം എന്ന് പറഞ്ഞിട്ടൊരു ലവ് ട്രാക്ക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ചർച്ച നടത്തുന്നുണ്ട്. ശരിക്കും നിങ്ങളത് എങ്ങനെയാണ് കണ്ടത്?
ഞങ്ങൾ ഇതിൻ്റെ ആൻസറിൻ്റെ അനു പറയുന്ന എപ്പിസോഡിന് മുന്നേ തന്നെ ഈ ലവ് ട്രാക്കിൻ്റെ കാര്യം വന്നപ്പോൾ ഞങ്ങൾ ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ഒരിക്കലും അത് അങ്ങനെ വരില്ല, അവൾക്കൊരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പേ അവർ തമ്മിൽ ഉണ്ടാവുള്ളൂ എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. ഞങ്ങൾക്ക് ഷുവറായിരുന്നു. കാരണം അനു ആ ഒരു കുട്ടികളെ കാണിച്ച് നടക്കുന്നു എന്നല്ലാതെ അനു വേറെ ഒരു രീതിയിലും അനീഷിനോട് അങ്ങനെ ആ ഒരു രീതിയിലൊരു ഇഷ്ടം കാണിച്ചിട്ടേ ഇല്ല. ചുമ്മാ ആദ്യമൊക്കെ കുറച്ച് സ്റ്റേജസിൽ എന്തെങ്കിലുമൊക്കെ കളി പറഞ്ഞു എന്നല്ലാതെ അത് എല്ലാവരും ഇരിക്കുമ്പോഴാണ് കളി പറഞ്ഞത്. അങ്ങനെ പേഴ്സണലി പറഞ്ഞത് അങ്ങനെ ഒന്നുമല്ല. അത്രയും സ്നേഹമായിട്ടാണ് എല്ലാവരോടും. അനീഷിനോട് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അക്ബറിന് മേക്കപ്പ് ഇട്ട് കൊടുക്കും, ഒനീലിന് മേക്കപ്പ് ഇട്ട് കൊടുക്കും, ഷാനവാസിന് മേക്കപ്പ് ഇട്ട് കൊടുക്കും. എല്ലാവരെയും ഒരു മറ്റേ ഡാൻസിൻ്റെ ഒരു ഇത് വന്നപ്പോഴത്തേനും അനുവാണ് എല്ലാവർക്കും മേക്കപ്പ് ചെയ്ത് കൊടുത്തത്. അനു എല്ലാവരോടും കാണിക്കുന്ന ഒരു സ്നേഹമാണ്. അത് ഒരാൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമായിട്ട് തോന്നിയത്. അതിപ്പം അനുവിന്റെ തെറ്റാണോ? എന്നിട്ടും അനുവിനെയാണ് എല്ലാവരും കുറ്റം പറയുന്നത്. എന്നിട്ടും അനുവിനെയാണ് കുറ്റം പറയുന്നത്. അതാ എനിക്ക് മനസ്സിലാവാത്തത്. അത് അപ്പൊ തന്നെ മനസ്സിലാക്കാം, എന്തിനും ഏതിനും അനുവിനെ കുറ്റം പറയുന്നുള്ള കാര്യത്തിൽ തന്നെ മനസ്സിലാക്കാം. അനുവാണ് ആ സ്ട്രോങ് കണ്ടസ്റ്റന്റ്. അപ്പൊ ഇവർക്ക് പുറമേ നിന്ന് ഇവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അനുവിനെ മാത്രമേ ഇവിടെ തകർക്കാനുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും അനുവിനെ തകർക്കാൻ നോക്കുന്നത്. ഇല്ലേ, ഒരാള് വിടാതെ എല്ലാവരും അനുവിനെ അല്ലേ അറ്റാക്ക് ചെയ്യുന്നത്. ഇതാ അനുമോൾ റിലേറ്റ് ചെയ്ത് ആരോട് ചോദിക്കുമ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതായത് ഇപ്പോൾ അനുമോള് കപ്പെടുത്താലും ഈ PR ഭയങ്കര ചർച്ചയായതുകൊണ്ട് അനുമോളുടെ ആ വിജയവും വെറും PR കൊണ്ടാണ് എന്നൊരു ചർച്ച വരാൻ സാധ്യതയില്ലേ? അങ്ങനെയൊക്കെ തീർക്കാൻ സാധ്യതയുണ്ട്. അതിന് തന്നെയാണ് അവിടെ വന്നവരെല്ലാവരും ശ്രമിക്കുന്നത്. അനു ജയിക്കുന്നുണ്ടെങ്കിൽ അത് ഓൺലി ബിക്കോസ് ഓഫ് PR എന്ന് മാത്രം, അതാണ് അവിടെ ഉള്ളവരെല്ലാവരും സ്ഥാപിക്കാൻ നോക്കുന്നത്. അത് നോർമലി ബിഗ് ബോസ് കണ്ടിന്യൂസ്ലി കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും അതിനകത്ത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തിട്ടുള്ളത് ആരാണ്. അത് അനു തന്നെയാണ്. അതിപ്പം അനുവിൻ്റെ ഹേറ്റേഴ്സ് ആയാലും അത് സമ്മതിക്കും. കണ്ടന്റ് കൊടുക്കുന്ന കാര്യത്തിൽ അനു തന്നെയാണ്. അതിപ്പോൾ ആ ഇതിനകത്തെ കണ്ടസ്റ്റന്റ് തന്നെ പറയുന്നുണ്ട്, അനു ഒഴിച്ച് ബാക്കി ആര് വേണമെങ്കിലും പോകാം, ഔട്ടാവാം എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ട് അനു ഒഴിച്ചെന്ന് പറയണമെങ്കിൽ അനു അത്രയും കണ്ടന്റ് കൊടുത്ത് അവിടെ ഏറ്റവും മേലെ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് അവരങ്ങനെ പറഞ്ഞതില്ലേ. അതിനകത്ത് നിൽക്കുമ്പോഴേ പറഞ്ഞത്, പുറത്തുനിന്ന് വന്ന ഒരാളല്ല പറഞ്ഞത്, അതിനകത്ത് വെച്ച ഒരാൾ പറഞ്ഞതാണ് അങ്ങനെ. അപ്പം അനു തന്നെയാണ് അവിടെ കണ്ടന്റ് കൊടുക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ഒരു PR ഉണ്ടെന്ന് വെച്ച് ഒരു കണ്ടന്റ് ഒന്നും കൊടുക്കാതെ ചുമ്മാതിരുന്നാൽ PRന് പുറത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടന്റ് കൊടുത്താൽ അത് പബ്ലിസിറ്റി കൊടുക്കാൻ നല്ലാതെ PR-നെ കൊണ്ട് വേറെ എന്താ സാധിക്കുക? അപ്പോൾ ഒരാൾ അകത്ത് നല്ല കണ്ടന്റ് കൊടുത്താൽ മാത്രമേ PR-ന് പണിയുള്ളൂ. അപ്പോൾ PR-ന് പണി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആള് കണ്ടന്റ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും അനുവിന്റെ വിജയത്തിന് അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ പറയും അനുമോൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫാൻസ് അറ്റാക്ക് ഉണ്ട്. ഇപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പറയുന്നു അവരെ കുടുംബത്തിനെതിരെയൊക്കെ പറയുന്നു, അത് അനുമോളുടെ ഫാൻസ് വല്ലാതെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു എന്നൊക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് പേഴ്സണലി, എനിക്ക് അഖിലയ്ക്ക് ഒക്കെ പേഴ്സണലി ഞങ്ങൾക്ക് മെസ്സേജസ് വരുന്നുണ്ട്, വളരെ മോശമായിട്ടുള്ള മെസ്സേജസ്. ഞങ്ങൾ ഇതിന് മുന്നേ വിചാരിച്ചാണ് ഇത് പറഞ്ഞൊരു വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ ബിഗ് ബോസിൽ പോയിട്ട് വന്നപ്പോൾ ഞങ്ങളൊരു കുറച്ച് ബൈറ്റ്സ് കൊടുത്തായിരുന്നു ഇതിനെ പറ്റിയിട്ട്. വളരെ മോശമായിട്ടുള്ള പിക്ചേഴ്സ് ആയാലും വീഡിയോസ് ആയാലും അല്ലാതെ കമൻസ് ആയാലും ഒക്കെ ഞങ്ങൾക്കും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും PR-മാർ ചെയ്യുന്നതാണ്. ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ പേജിലൂടെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഒരിക്കലും അങ്ങനെ പറയരുത്, ആരുടെയും പേര് മെൻഷൻ ചെയ്ത് പറയരുത് എന്നാണ് ആള് പറയുന്നത്. ഒരിക്കലും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ആരും തന്നെ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അനുവിന്റെ പേര് മോശമാക്കണം എന്ന് വിചാരിച്ച് വേറെ PR-കാർ ചെയ്യുന്നതും ആവാം. ഇതെല്ലാം ശ്രദ്ധിച്ചാൽ അറിയാം, ഇതെല്ലാം ഫേക്ക് അക്കൗണ്ട്സ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും ആരുടെ PR ആണ് എന്താണെന്ന്? അനുവിനെ മോശം കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള കണ്ടസ്റ്റന്റിന്റെ ആൾക്കാർ ചെയ്യുന്നതും ആയിക്കൂടെ. പക്ഷെ എങ്കിൽ പോലും അതും ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അനുമോൾക്കൊരു നെഗറ്റീവായി വരാനുള്ള ഒരു സാധ്യത പുറത്തുണ്ടാവില്ലേ? അത് ഉണ്ടാവാമായിരിക്കും. കാരണം വിക്ടിമായിട്ട് പറയുന്നത് അവരുടെ കുടുംബത്തെയാണ്. അതെ, അയ്യോ അപ്പൊ ഞാന് ഇപ്പൊ എനിക്ക് അത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റത്തില്ല. നമുക്ക് വന്ന ഒരു മെസ്സേജ് വളരെ മോശമായി അനുവിൻ്റെ സിസ്റ്ററിനെ, അനുവിൻ്റെ അമ്മേനെ, കൂടെ നിൽക്കുന്നവരെ എല്ലാം ലിറ്ററലി മോശമായിട്ട് പറഞ്ഞ മെസ്സേജസുകൾ നമുക്ക് കാണിക്കാൻ പ്രൂഫുണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മളും ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ അന്ന് ആ ഒരു റിയാക്ട് ചെയ്തല്ലാതെ ഇതൊന്നും എടുത്ത് കാണിച്ച് നമ്മളും ചെയ്യുന്നില്ല. നമ്മളെയും വളരെ മോശമായിട്ട് പറയുന്നവരുണ്ട്. എനിക്ക് ഇൻബോക്സിൽ വന്ന് പേഴ്സണലി മെസ്സേജ് അയക്കുന്നവരുണ്ട്. ബിഗ് ബോസിൽ വന്ന ശേഷവും എനിക്ക് ഇൻബോക്സിൽ കയറി ഒരുപാട് പേഴ്സണൽ മോശമായിട്ടുള്ള മെസ്സേജ് അയക്കുന്ന ആൾക്കാരും ഉണ്ട്. ആവശ്യമായാൽ പോലും ആരെയും ഇങ്ങനെ ഒന്നും പറയരുത്. അവരുടെ കുടുംബത്തെ പറഞ്ഞ് കളിക്കാൻ ഇതില്ല. ഇൻഫാക്ട് നമ്മളോട് കളിച്ചത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത്ര മോശമായിട്ടുള്ള ഇമേജസും ഒക്കെ ഞങ്ങൾ കഴിച്ചിരുന്നു. അപ്പം ഞങ്ങൾ ആരും തന്നെ ആരുടെയും കുടുംബത്തെ തൊട്ട് കളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ അനുമോൾക്ക് അപ്പോൾ ഷിയാസ് അടക്കമുള്ള ആളുകൾ പറയുന്നത്
നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, അനുമോൾക്ക് ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ തന്നെ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെ തന്നെ ഭയങ്കരമായൊരു ഫാൻസ് ഉണ്ട്. ഇപ്പൊ അനുമോളെ അറിയാവുന്ന അമീൻ അടക്കമുള്ള ആളുകൾ പറയുന്നത് ഈ അനുമോൾക്ക് വരുന്നതെല്ലാം അനുമോളുടേതായിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ഫാൻസ് ആണ്. ആ ഫാൻസ് ആണ് അനുമോൾക്ക് ഇപ്പോൾ വോട്ട് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും അനുമോൾ ഫാൻസ് തന്നെയാണോ ഇപ്പൊ അനുമോളെ അവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്? ശരിക്കും ഞാൻ വേണമെങ്കിൽ പ്രൂഫ് കാണിക്കാം. എൻ്റെ ഫോണിൽ എനിക്ക് വരുന്ന മെസ്സേജസും ഓരോ കുട്ടികൾ അയക്കുന്നതാണ്. ചേച്ചി ചേച്ചിയോട് അങ്ങനെ പറയണം, വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞ് ഒരു 100 മെസ്സേജസ് എനിക്ക് വരും. എനിക്ക് പേഴ്സണലി വരും. അവരോട് ചേച്ചിയോട് അവരോട് പറയണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, വിഷമിക്കില്ലെന്ന് കുടുംബത്തിനോട് പറയണം. ഇതൊക്കെ എനിക്ക് പേഴ്സണലി വരുന്ന മെസ്സേജസ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം. ഇപ്പം ഞാൻ തന്നെ ചിന്തിക്കും, ഒരു കുട്ടി എന്നെ വിളിച്ചിട്ട് മെസ്സേജ് അയക്കാൻ വേണമെങ്കിൽ വോയിസ് നോട്ട് ഞാൻ കേൾപ്പിച്ചു തരാം. എനിക്ക് ഉറക്കാൻ പറ്റുന്നില്ല ചേച്ചി, എനിക്ക് ഉറക്കം വരുന്നില്ല, ചേച്ചി എന്തൊക്കെയാണ് ഈ പറയണേ, എനിക്ക് ഇത്രയും വിഷമം വന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര വിഷമം വരുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ കുട്ടികളും മെസ്സേജ് അയക്കുന്നത്. കുട്ടികളായാലും ഒരു ആൻറ്റി വിളിക്കും, ആൻറ്റിയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ആൻറ്റി വിളിച്ചിട്ട് ഒരു 1.5 മണിക്കൂർ സങ്കടം പറയും എന്നോട്, മോളെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ അവരെ സ്വന്തം കുഞ്ഞിനെ കണക്ക് കണ്ടിട്ടാണ് അവർ പറയുന്ന മൊത്തം. എനിക്ക് നമുക്ക് പോലും അത്രയും സങ്കടം ഉണ്ടാവില്ല എന്ന് തോന്നും ചിലപ്പോൾ ഇങ്ങനെയുള്ളവർ പറയുന്ന കേൾക്കുമ്പോൾ. അത്രയ്ക്കും ആളുകൾക്ക് സങ്കടമായിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അനുവിനെ സ്നേഹിക്കുന്ന ഇത്രത്തോളം ആൾക്കാരുണ്ട് എന്നാണ്. അതുപോലെ അനുമോള് കഴിഞ്ഞാല് ആരായിരിക്കും അവിടെ ഒരു ഫേവറേറ്റ് കോണ്ടസ്റ്റന്റ്? അനീഷ്, നെവിൻ. ആക്ച്വലി ഞാൻ ബിഗ് ബോസിൽ പോയപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ട്, നെവിനും ഒക്കെ എൻ്റെ അടുത്ത് വന്ന് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് സംസാരിച്ചതും എല്ലാം. പിന്നെ അത് കഴിഞ്ഞ് അനുവിനോട് കാണിച്ചതൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഈ പറയുന്ന ഓരോരുത്തരുടെ അടുത്തൊക്കെ കുറച്ച് ദേഷ്യമൊക്കെ വരും. പക്ഷേ എനിക്ക് അനീഷിനെയൊക്കെ ഇഷ്ടമാണ്. അനീഷൊക്കെ ഇപ്പൊ നോക്കുമ്പോ അനീഷും അനുവും ആണല്ലോ ഇങ്ങനെ നിക്കുന്നത്. അതെ, ഇപ്പൊ നെവിൻ പിണക്കമൊക്കെ മാറ്റി. പിന്നെ ആരെയും കുറ്റം പറയാൻ പറ്റില്ല, ഇതെല്ലാം ഗെയിമാണ്. ഒരു ഗെയിം കളിക്കാനാണ് അവര് വന്നത്. അപ്പൊ നമ്മളിപ്പം നമ്മുടെ കുട്ടി അനു ആയതുകൊണ്ട് എഗെയിൻസ്റ്റ് കാണിക്കുന്നവരോട് നമുക്ക് ദേഷ്യം വരും. പക്ഷെ അവനോട് ദേഷ്യം വരുന്ന അവൻ അത്ര നല്ലോണം കളിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെയും നമുക്ക് വിചാരിക്കാം. അല്ലാതെ അതുകൊണ്ട് ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറയാൻ അങ്ങനെ പെർട്ടിക്കുലർലി പറയാൻ എൻ്റെ കൊച്ചു മാത്രമേ ഉള്ളൂ. എന്നാലും അനീഷിനെയും നെവിനെയൊക്കെ ഇഷ്ടം. ഇപ്പൊ അക്ബർ പറയുന്നത്